നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു അപൂർവ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഏപ്രിൽ 2-ാം തീയതി അന്ന് ഹനുമാൻ ജയന്തിയാണ്. ഹനുമൻ ജയന്തിയോടൊപ്പം പൗർണമി തുടങ്ങിയ എല്ലാം ഒത്തുവരുന്ന ഒരു ദിവസമാണ്. നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് കടക്കാം. ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ ഒഴിവാക്കിക്കൂടാ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാലാതീതമായ ധർമ്മത്തിന്റെ മൗന സംഗീതം, ഹിമാലയത്തിന്റെ ശിഖരങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്ന ഋഷി വചനങ്ങൾ, മനസ്സിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി ഉദിക്കുന്ന ദൈവവചനങ്ങൾ. ഇങ്ങനെ ഒരു ദിവ്യസ്മരണയിൽ നിറഞ്ഞ അത്യപൂർവമായിട്ടുള്ള ഒരു ദിവ്യ ദിവസമാണ് ഈ ഏപ്രിൽ 2-ാം തീയതി. പൗർണമിയുടെ പൂർണ്ണചന്ദ്രപ്രകാശവും ഭക്തിയുടെ ജാലയായി തെളിയുന്ന ഹനുമാന്റെ ജയന്തിയും വ്യാഴാഴ്ചയും അത്തനക്ഷത്രവും എല്ലാം ഒത്തുചേരുന്ന ഗുരുകൃപയോടുകൂടി സമ്മേളിക്കുന്ന ഒരു അപൂർവ ദിവസം. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അത് ശരണം പ്രമധ്യേ എന്നോ മനസാ സ്മരാമി എന്നോ ഒക്കെ നമുക്ക് ചൊല്ലാം. ശിരസാ നമാമി, ശരണം പ്രമധ്യേ, മനസാ സ്മരാമി എന്നിങ്ങനെ ഏറ്റവും അവസാനത്തെ വാക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൊല്ലാം. മനസ്സിന്റെ വേഗത്തിനേക്കാൾ വേഗമുള്ളവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ, വായുവിന്റെ പുത്രനും ശ്രീരാമന്റെ ദൂതനുമായിട്ടുള്ള ഹനുമാൻ സ്വാമിയിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ഭക്തിയും ശക്തിയും ഒരുമിക്കുന്നിടത്താണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഏപ്രിൽ 2 എന്നുള്ളത് ഒരു സാധാരണ ദിവസമല്ല. ആത്മീയവും ജ്യോതിഷപരവുമായി മഹത്വമുള്ള ഒട്ടേറെ കാര്യങ്ങളുടെ ഒരു സംഗമ ദിവസമാണ് അന്ന്. ആ ദിവസത്തെ പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഓരോന്നിന്റെയും പ്രത്യേകതകൾ പറഞ്ഞു പോകാം. ആദ്യം പറയേണ്ടത് ഹനുമാൻ ജയന്തി തന്നെയാണ്. ഹനുമൻ ജയന്തി ചൈത്രമാസത്തിലെ പൗർണമി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഹനുമാന്റെ ജന്മദിനം അതീവ പ്രാധാന്യമുള്ളതാണ്. ദുരിതങ്ങളെ നീക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ ദിനമാണ് ഹനുമൻ ജയന്തി ദിനം. അന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്കായിട്ട് ഹനുമാൻ ചാലിസ, ക്ഷേത്രങ്ങളിൽ വടമാല സമർപ്പണം, പ്രത്യേക പൂജകൾ, അർച്ചനകൾ എന്നിവയൊക്കെ നടത്താം. രാമനാഥം ശ്വാസമായി ഉയരുമ്പോൾ, അത് നമ്മളിലേക്ക് നിറയുമ്പോൾ ഭയങ്ങൾ സ്വയം അസ്തമിക്കും. ഇനി നമുക്ക് പൗർണമിയുടെ മഹത്വം പരിശോധിക്കാം. ചന്ദ്രൻ പൂർണ്ണ ബലത്തോടുകൂടി നിൽക്കുന്ന ദിവസമാണ് പൗർണമി. മനസ്സിന്റെ ശുദ്ധീകരണത്തിനും ആത്മശാന്തിക്കും ആത്മശുദ്ധിക്കും ഏറ്റവും അനുയോജ്യമായ ദിവസം. അന്നേ ദിവസം പൗർണമി വ്രതം, സത്യനാരായണ പൂജ എന്നിവയൊക്കെ ചെയ്യുന്നത് കുടുംബ ഐക്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ സഹായകരമാണ്. ഇനി വ്യാഴാഴ്ച ദിവസമാണെന്ന്. വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്തെന്നാൽ ഗുരുക്കന്മാരുടെ കൃപയുണ്ടാകും, മഹാവിഷ്ണു പ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ദിവസം വിഷ്ണു സഹസ്രനാമ ജപം, ഗുരു ചന്ദ്രന്മാരുടെ പ്രാർത്ഥന എന്നിവയൊക്കെ ചെയ്യുന്നത് വഴി ഗുരു ചന്ദ്രന്മാരുടെ അനുഗ്രഹം, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം, കൂടാതെ വിദ്യാലാഭത്തിനും ജ്ഞാന സമ്പാദനത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസം കൂടിയാണ്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവാണ് സൃഷ്ടിയും സംരക്ഷണവും ലയവും. ഗുരുവിൽ തന്നെയാണ് പരബ്രഹ്മത്തിലേക്കുള്ള സാക്ഷാത്കാരം. അന്നേ ദിവസം അത്തം നക്ഷത്രമാണ്. ചന്ദ്രന്റെ നക്ഷത്രം കൂടിയാണ് അത്തം. ഗുരുവിന്റെയും ചന്ദ്രന്റെയും സാന്നിധ്യം കൂടി അന്നേ ദിവസം പ്രത്യേകമായിട്ടുണ്ടാകുന്നു. അതുവഴി മനസ്സിലും ജീവിതത്തിലും ശുഭശക്തി വർദ്ധിക്കപ്പെടുന്നു. ഈ ദിവസം പ്രത്യേക പൂജകളും വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നതിലൂടെ ശനിദോഷം ശമിപ്പിക്കപ്പെടുന്നു. രാഹുകേതുക്കളുടെ ദോഷങ്ങളും ഇല്ലാതാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂല ഫലത്തെ ലഭിക്കും. ഏപ്രിൽ 1 ഉച്ചയ്ക്ക് ശേഷമാണ് പൗർണമി ആരംഭിക്കുന്നത്. ഏപ്രിൽ 2 സൂര്യോദയ സമയത്താണ്, അതായത് പകൽ കാലത്താണ് ഹനുമാൻ സ്വാമിയെ പൂജിക്കേണ്ടത്. ഭക്തരായിട്ടുള്ളവർ ഹനുമത് ജപവും ഈ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളും ഒക്കെ ജപിക്കുക, ദാനം നൽകുക, ക്ഷേത്ര ദർശനം നടത്തുക, ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഹനുമാൻ ചാലിസ, രാമനാമ ജപം, വിഷ്ണു സഹസ്രനാമ ജപം, മഞ്ഞ വസ്ത്രം ധരിക്കുക, അന്നദാനം, വസ്ത്രദാനം ഇവയൊക്കെ നടത്തുക. ഇതൊക്കെ വിശേഷ ഫലത്തെ ലഭിക്കുന്നതിന് സഹായകരമാണ്. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ ആ ഒരൊറ്റ ദിവസം നമുക്ക് കഴുകിക്കളയാനായിട്ട് പറ്റുന്ന ഒരു ദിവസമാണ് ആഗതമായിരിക്കുന്നത്. ആ ദിവസത്തെ പ്രയോജനപ്പെടുത്തുക. ഒരു നാമജപം
ഒരു ദാനഹസ്തം, ഒരു നിശബ്ദ പ്രാർത്ഥന, ജീവിതം തന്നെ ദിവ്യമാകുന്ന ഒരു മഹാസുദിനം. അതാണ് ഈ ഏപ്രിൽ 2-ാം തീയതി. ഈ പുണ്യദിനത്തിൽ നമ്മുടെ അഹങ്കാരവും ഭയങ്ങളും ഹനുമാൻ സ്വാമിയുടെ ചരണങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ചന്ദ്രന്റെ പ്രകാശം പോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെളിച്ചമുള്ളതാക്കി ഗുരുകൃപയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം. അനന്തശക്തനായ ഹനുമാനെ, ഞങ്ങളുടെ മനസ്സിൽ ധൈര്യം നൽകണമേ. ഗുരുവായ വിഷ്ണുവേ, ജ്ഞാനവും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.